സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ചിലത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അതുപോലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യും. ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ചില വെബ്സൈറ്റിൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതിലൊക്കെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കും, അത് ആക്സസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ടാകില്ല. എന്നാലും നമ്മൾ കൊടുത്ത ഗൂഗിൾ അക്കൗണ്ട് അതിലുണ്ടാവും, അവർക്ക് അതിന്റെ ആക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് നിൽക്കാണ്ട് ഇങ്ങനെ പ്രൊമോഷനും അതും ഇതും ഒക്കെ ആയിട്ട് പരസ്യമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും, മെയിലുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പിന്നെ നമുക്ക് മനസ്സിലാകില്ല. എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഒരുപാട് ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും, പല വെബ്സൈറ്റിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒരുത്തേന്ന് റിമൂവ് ചെയ്യാം. എങ്ങനെ? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് നമ്മളെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് എല്ലാ ഫോണിലും ഉണ്ടാകുമല്ലോ. ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ അതിൽ കുറച്ച് താഴെ ഭാഗത്ത് ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ നമ്മളെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയാൽ ഏറ്റവും താഴെ ഭാഗത്തേക്കായിട്ട് സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ കൂട്ടത്തിൽ കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിക്കോ, അതുപോലെ തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിക്കോ, അതൊക്കെ നമുക്കിവിടെ കാണിക്കും. ഇതിൽ ചിലത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും, എന്നാൽ ചിലത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ തീരെ ഉപയോഗിക്കാത്തതായിരിക്കും. അങ്ങനത്തെ ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. എങ്ങനെ? ഇത് റിമൂവ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഏതെന്നാണോ റിമൂവ് ചെയ്യേണ്ടത് അതുമേലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതുമേൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിസ്കണക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ഡിസ്കണക്ട് കൊടുക്കുക. ഡിസ്കണക്ട് അത് അവിടെ നിന്ന് പോയി. ഡിസ്കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടും അതുമായിട്ടുള്ള ആ കണക്ഷൻ അവിടെ റിമൂവ് ആയി. പിന്നെ അവർക്ക് നമ്മളെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ഒരു ബന്ധം ഉണ്ടായാൽ നമുക്ക് പ്രൊമോഷൻ മെയിൽ അതുപോലത്തെ ഒന്നും അയക്കാനും പറ്റില്ല. സംഭവം തിരിഞ്ഞിക്കോ. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ, നിങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പം നമ്മളെ പ്രൈവസിക്ക് അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റിക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ആപ്ലിക്കേഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും റിമൂവ് ചെയ്ത് കളയുക. അതൊന്നും ഫോണിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കാത്ത ഒരുത്തേലും നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പുറത്ത് വരുന്നതിന് മുമ്പ് ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നീട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഈ പറഞ്ഞൊക്കെ ആർക്കും തിരിഞ്ഞിക്കയക്കും, ആർക്കറിയാം? തിരിഞ്ഞൊരിക്കൽ തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. അപ്പം സംഭവം നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.